ഹലോ ഫ്രണ്ട്സ്, ചിങ്ങമാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉസ്ബെക്കിസ്ഥാൻ്റെ തലസ്ഥാന നഗരമായിട്ടുള്ള താഷ്കന്തിലാണ്. കഴിഞ്ഞ ദിവസം എന്നെ 2 മലയാളികൾ ഹോസ്റ്റ് ചെയ്തു. അപ്പോൾ അവരുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അവൻ പോയി സംസയെ കാണിച്ചിട്ട് വന്നിട്ടുണ്ട്. സംസ എന്ന് പറയുമ്പോൾ ഇവരുടെ പ്രധാന ഒരു സ്നാക്ക്, അല്ലെങ്കിൽ ഇവരുടെ ഒരു പ്രധാന ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ പല സമയത്ത് ഉച്ചയ്ക്ക് വരെ ഇവർ കഴിക്കാറുണ്ട്. പിന്നെ ഇവിടെ മുട്ട ഉണ്ട്, പിന്നെ പെപ്സി ഉണ്ട്. പെപ്സി ഉസ്ബെക്കിസ്ഥാൻ്റെ ഒരു പ്രധാന ഇതാണ് കേട്ടോ. പിന്നെ സംസ. ഇതാണ് നമ്മുടെ അജ്മൽ. അജ്മൽ, എന്തുണ്ട് വിശേഷം? നല്ല. എത്ര വർഷമായി ഇവിടെ? നമ്മളിപ്പോ 4th ഇയർ ആവാൻ പോകും. ഏത് വർഷത്തിലാവുന്നേ? ഞാൻ 2023. 2023യും 2026 ഉസ്ബെക്കിസ്ഥാൻ എങ്ങനെ തോന്നുന്നു? വളരെയധികം മാറ്റം. റാപ്പിഡ് ചേഞ്ച് അല്ലേ? നമ്മൾ അന്ന് വന്നപ്പോൾ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഡെവലപ്മെന്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പുതിയ പുതിയ ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളെല്ലാം. നിങ്ങൾ വന്നിരുന്നില്ലേ 2022? നാട്ടിൽ എവിടെയാ? ഞാൻ മലപ്പുറം പെരിന്തൽമണ്ണ. ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. അവൻ കിടന്ന് ഉറങ്ങുവാണ്. അപ്പോൾ ബോൺ പ്രൊവൈസർ ബ്രോ, താങ്ക് യു. കഴിക്ക് കേട്ടോ. ഇവരുടെ രണ്ടാമത്തെ പുള്ളി പേരെന്താ? ഇർഫാൻ. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഡോക്ടറായോ? ഡോക്ടർ ഇങ്ങനെ പോയാവും. നമ്മളാവില്ല. ഇതിന്റെ ഇടയിൽ നമ്മൾ വേറെ പരിപാടികളുണ്ട്. നല്ല ഡോക്ടർ ആവണം. ഡോക്ടറാവാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇവരൊരു ചെറിയൊരു സലൂൺ തുടങ്ങി. പിന്നെ അതിൻ്റെ ഇടയിൽ ലബാന് തുടങ്ങി. ലബാൻ്റെ ഒരു ഷോപ്പൊക്കെ തുടങ്ങി. ഇന്നലെ ഞാൻ പോയി. അവർ ഓൾറെഡി കഴിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി തഷ്കന്ത് വൊക്സാലോ സമർക്കാൻ മണി ഗഗാറിൻ No Samarkand. Adres Gagarin. ഈ കാണുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ മെയിൻ സ്ഥലമാണ് കേട്ടോ. അതായത് ട്രെയിനും ഇതൊക്കെ എടുക്കുന്ന ആൾക്കാരുടെ സ്ഥലമാണ്. ഇവിടെ വന്നിട്ടാണ് ആളുകൾ ഇതുപോലുള്ള കാറുകളുണ്ടല്ലോ, ഉസ്ബെക്കിസ്ഥാനിൽ ഇതുപോലുള്ള കാറുകളെല്ലാം ആളുകൾ എടുത്ത് പോകുന്ന ഇതാണ്. അതായത് ഷെയർ ടാക്സികളാണ്. ഈ തിരക്കുമെല്ലാം നോക്കി ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നതാണ്, ഓരോ കാറിൻ്റെ ആൾക്കാർ. ഈ കാണുന്ന സ്ഥലത്തുള്ള കാറുകളെല്ലാം ഇതുപോലെ പോകാനായിട്ടുള്ള കാറുകളാണ്. ഞാൻ പണ്ട് ഉസ്ബെക്കിസ്ഥാനിൽ ഹിച്ചയ്ക്കുമ്പോൾ എപ്പോഴും നിർത്തുമ്പോൾ ഇതുപോലെയുള്ള ഷെയർ ടാക്സി കാറുകൾ വന്നിട്ട് ചോദിക്കും. അപ്പോൾ ഹിച്ചയ്ക്ക് ഇവിടെ പാടാണ് കേട്ടോ. ഞാനിന്ന് ഹിച്ചയ്ക്ക് ചെയ്യുന്നില്ല, ഗഗാറിൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ട് പോവാം. ഷെയർ ടാക്സിയുടെ അടുത്ത് തന്നെ ഇവിടെ കുറേ ഇതുപോലുള്ള ടേബിളുകൾ, ഭക്ഷണത്തിൻ്റെ ടേബിളുകൾ കുറേ ഉണ്ട്. ഓക്കെ നോ വീഡിയോ. ഇവിടെ വീഡിയോ എടുക്കരുതെന്നാണ് കേട്ടോ ശ്രീ പറയുന്നത് എൻ്റെ അടുത്ത്. ടാക്സിക്കാരൻ മേലല്ല, കള്ള പ്രൈസാണ് കേട്ടോ. ഞാൻ കൊടുക്കേണ്ടതെന്ന് ഡബിൾ ട്രിപ്പിളൊക്കെയാണ് ഇവന്മാർ പറയുന്നത്. ഞാൻ അറിയില്ല കേട്ടോ. ഇവിടെ കുറേ ടാക്സികളുണ്ട്, ഏതെടുക്കണമെന്ന് ഒരു പിടിയില്ല. ഇവിടെ എല്ലാവരും കൈകാണിച്ച് നിൽക്കുവാണ്. ഞാനിവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണുണ്ട്. എല്ലാ വണ്ടിയും പോകുന്നത് സമർക്കന്തിലോട്ടാണ്. ഇപ്പോൾ കാറുകൾ വരുമ്പോൾ നമ്മളിങ്ങനെ വാതിലൂടെ ചോദിക്കും, അസ്സലാമു അലൈക്കും. റഹ്മത്ത്. അങ്ങനെ ഞാൻ ഇവരുടെ കൂടെ വണ്ടിയിൽ കയറി. ഇവർ പകുതി വരെ പോകുന്നുള്ളൂ, അവിടം വരെ പോയി. അപ്പോൾ ഇവരൊരു പ്രൈസ് പറഞ്ഞു. ഞാനിപ്പോൾ അത് ബാർഗെയിൻ ചെയ്തു. അതിനെ 30,000 ആക്കി, പകുതി പ്രൈസാക്കി. പകുതി പ്രൈസിൻ്റെ അത്ര കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. കാരണം ഇവർ ഫുൾ പറഞ്ഞ എമൗണ്ടിന് എനിക്ക് സത്യത്തിൽ അവിടം വരെ എത്താം. പിന്നെ ഞാൻ പെട്ടെന്ന് പോകാനായിട്ട്. അസ്സലാമു അലൈക്കും ബ്രോ, ഹൗ ആർ യു? അൽഷേഖ് Alisher Navai. Your name? Alisher. You, bro? You, Alisher. Alisher. You, Alisher. Me, Mahin. Hindustan. Yes. You from Hindustan? Yes. Babur. Me, Musafir. Dunia. Musafir. I understand. Oh, you speak English? Okay. Chuk. അങ്ങനെ ഇവരുടെ കൂടെ ചുക്കിൽ ഉസ്ബെക്കിസ്ഥാൻ നൈസ്. Ruski nice. Near. Paruski solo. Super black. Paruski Kagdila Karashu Pasiba. Super black. അങ്ങനെ എനിക്ക് റഷ്യയിൽ കുറച്ച് ഭാഷ അറിയാം. ഇവരെല്ലാവരും റഷ്യയിൽ സംസാരിക്കും. നമ്മൾ പോകുന്ന വഴിയിലോട്ട് നിർത്തിയിട്ടുണ്ട്. ഈ ആളുകളെല്ലാം തന്നെ ഇവിടെ കാറ് നിർത്തിയിട്ട് ഇവിടെ നിന്ന് ഫ്രഷ് ബ്രെഡ് വാങ്ങാനായിട്ട് വരുന്നവരാണ്. ഉസ്ബെക്കിസ്ഥാൻ്റെ ഫ്രഷ് ബ്രെഡ്. ഇവിടെ ഇവർ ഫ്രഷ് ബ്രെഡ് ഉണ്ടാക്കുന്ന
ഇവരുടെ ഇത് ഇവിടെ അണിനിരത്തി വെച്ചിരിക്കുന്ന നോക്കിയ ബ്രെഡുകളെല്ലാം. ഓ, ഇതും പെപ്സിയും കുടിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ചൂടുള്ള ബ്രെഡും പെപ്സിയും ഭയങ്കര വേറൊരു ഫീലാണ് കേട്ടോ ഇത്. ഉസ്ബെക്ക് ബ്രെഡ് ആക്ച്വലി ഒരു കല തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതാ അവരുണ്ടാക്കുന്ന രീതി അവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് പലതരത്തിലുള്ള ബ്രെഡാണ് കേട്ടോ, പലതരത്തിലുള്ള ബ്രെഡ്. ഇവിടെ കട്ടി കുറവ്, അവിടെ കട്ടിയുള്ള ബ്രെഡ്. ഇവിടെ ഓരോ ആൾക്കാരായിട്ട് ഭയങ്കര പണിയാണത്. അത് അതിൻ്റെ അകത്ത് കണ്ടില്ലേ അവർ ചുട്ട് വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരാൾ ചുട്ട് എടുക്കുവാണ് ഇപ്പം. ലാസ്റ്റ് ഒരു ഡിസ്കൗണ്ട് ഒക്കെ തന്നു. താങ്ക് യു റഹ്മത്ത്. ഞാൻ അങ്ങനെ ഇവർക്ക് പൈസ കൊടുത്തു. ഇനി ഞാൻ ഇറങ്ങുവാണ് കേട്ടോ. എന്നെ അവർ കൊണ്ടുവന്ന് ഹൈവേയിൽ ഇറക്കി. ഇവിടെ നോക്കിക്കേ, നല്ലൊരു രസമുള്ള സ്ഥലം. ആ കാണുന്നത് നമ്മുടെ ഗ്യാസ് നിറയ്ക്കുന്ന സ്ഥലമാണ്. അവിടെ കാറുകളെല്ലാം ഗ്യാസ് നിറയ്ക്കാൻ വേണ്ടി ഇങ്ങനെ ഇതൊക്കെ തുറന്നിട്ടേക്കുവാണ്. ഇവിടെ ഒരു ചെറിയൊരു കഫേയാണോ, ഇവിടെ ആളുകൾക്കൊക്കെ വന്ന് ഭക്ഷണം കഴിക്കാനും അങ്ങനെയൊക്കെ ഉള്ളൊരു പ്ലേസ് കേട്ടോ. നല്ല രസമുണ്ട്. ഒരു ആളുകൾ ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ എനിക്കൊന്ന് ഹൈവേയിലായതുകൊണ്ടാണ് കേട്ടോ, ലോങ് റൂട്ടൊക്കെ പോകുന്ന ആൾക്കാർക്ക് വേണ്ടി റെസ്റ്റ് എടുക്കാനും അതിനൊക്കെ ഉള്ള സ്ഥലമാണ്. കൊള്ളാം കേട്ടോ. ഇവിടെ നമ്മുടെ ഐസ്ക്രീം കോർണറുകൾ അതൊക്കെയാണ് സംഭവം. ഞാൻ ഇനി റോഡിലോട്ട് പോട്ടെ. അടുത്ത വീണ്ടും എനിക്ക് ഹിച്ചേക്ക് ചെയ്യണം. 4 വർഷത്തെ ഓർമ്മകൾ ഞാൻ വീണ്ടും ആലോചിക്കുകയാണ്. ഓ, വെയില്. ഇവിടെ നമ്മുടെ അടുത്ത ചേട്ടൻ്റെ അവിടെ നമ്മൾ റഹ്മത്ത് ഞാൻ കയറി. എന്തൊരു വെയില്. ഹലോ, സലാം അലൈക്കും. അവന് പേടി കേട്ടോ, സംസാരിക്കാൻ പറ്റുന്നില്ല. പുള്ളി പറക്കുവാണല്ലോ പടച്ചോനെ. അവന് ഭയങ്കര ഷൈ കേട്ടോ. അവൻ്റെ അമ്മ അവൻ്റെ സംസാരിക്കാൻ വേണ്ടിയൊക്കെ പറയുക. പുള്ളിക്കാരെ പറക്കുവാ, ഫാസ്റ്റ് പാസഞ്ചർ. അങ്ങനെ നമ്മൾ ഗഗാറിൻ എന്ന് പറയുന്ന ഗഗാറിൻ ആ സ്ഥലത്തോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗഗാറിൻ എന്ന് പറയുന്ന ഒരു 10-40,000 പേരൊക്കെ താമസിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. ജേർണലിസ്റ്റോ? ബ്ലോഗർ ജേർണലിസ്റ്റ്. ഞാൻ ജേർണലിസ്റ്റ് ആണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു ബ്ലോഗർ ആണെന്ന് പറഞ്ഞു. ഇവിടെ യൂട്യൂബറിനെയൊക്കെ ഇവർ ബ്ലോഗർ എന്നാണ് കേട്ടോ പറയുന്നത്. അതായത് എഴുതുന്ന വ്യക്തിയല്ലേ നമ്മൾ ബ്ലോഗർ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ബ്ലോഗർ എന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കുന്ന യൂട്യൂബേഴ്സിനെയോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെ. ഓക്കെ, പുള്ളിക്കാരൻ വെള്ളമൊക്കെ വരുന്നു. റഹ്മത്തിക. വെയില്. ഞാൻ വീണ്ടും സലാം പറഞ്ഞിട്ട് വീണ്ടും കയറി. സലാം അലൈക്കും. നമ്മുടെ യൂറി ഗഗാറിനാണ് കേട്ടോ. സോവിയറ്റ് കാല സമയത്ത് സ്പേസിൽ പോയ യൂറി ഗഗാറിന്റെ ഒരു ഇതാണ്. റഷ്യക്കാരനാണ് യൂറി ഗഗാരൻ. ഇവര് സോവിയറ്റ് ആയിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഒരു സ്റ്റാച്ചു ഗഗാറിൻ യൂറി ഗഗാറിന്റെ പേരിലാണ് കേട്ടോ ഈ ഗഗാറിൻ എന്ന് പറയുന്ന ഈ സ്ഥലത്തിന്റെ പേരുണ്ടായത്. അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഉടനെ തന്നെ ഇതിന്റെ കാരണം മനസ്സിലാക്കി. അതായത് ഈ കാണുന്ന നഗരം ഫുള്ളും മരുഭൂമിയായിരുന്നു കേട്ടോ. ഇത് കസാക്കിസ്ഥാനെ അടുത്ത് കിടക്കുന്ന ഒരു നഗരമാണ് ഈ നമ്മുടെ ഗഗാറിൻ എന്ന് പറയുന്ന നഗരം. 1960 ഇവരുടെ സോവിയറ്റ് യൂണിയനല്ലേ നമ്മുടെ യൂറി ഗഗാറിനെ ബഹിരാകാശത്തോട്ട് അയച്ചത്. അങ്ങനെയാണല്ലോ അത് വലിയ സക്സസ് ആയത്. കാരണം അന്ന് അമേരിക്കയാണ് ഇവരുടെ ശത്രുക്കൾ. അന്ന് സോവിയറ്റ് യൂണിയനിൽ നിന്ന്, അതായത് ലോകത്തിൽ ആദ്യമായിട്ട് ബഹിരാകാശത്ത് പോയ ഒരു മനുഷ്യൻ. അപ്പൊ ഇതിൽ ഇവർ ഭയങ്കര സന്തോഷമായി. മാത്രമല്ല ഈ ഒരു പ്രദേശത്ത് അവർ ഈ ഒരു സ്ഥലം കൃഷിക്ക് വേണ്ടിയും ആളുകൾക്ക് പാർപ്പിടമാക്കാനുള്ള ഒരു സ്ഥലമായിട്ട് അവർ വികസിച്ചെടുത്തപ്പോൾ ഇവർ ഓൾറെഡി നമ്മുടെ സോവിയറ്റ് യൂണിയൻ വിട്ട യൂറി ഗഗാറിന്റെ പരീക്ഷണവും വിജയിച്ചതുകൊണ്ട് അവരെങ്ങനെ ഈ സ്ഥലത്തിന് ഗഗാറിന് കൊടുത്തു. അതായത് ബഹിരാകാശത്ത് പോയി കീഴടക്കിയതുപോലെയാണ് ഈ മരുഭൂമി അവർ കൃഷിയോഗ്യമാക്കിയതെന്ന് പറയുന്നു. അതുകൊണ്ട് അവര് ഗഗാറിന് ഇട്ടു. ഓ, ഇതാണ് സനറ്റോറിയ. ഈ കാണുന്നതാണ് നമ്മുടെ സാനിറ്റോറിയം. മറ്റേ പുള്ളി പാവം കേട്ടോ, എന്നെ ഇവിടം വരെ കൊണ്ടാക്കി.
പുള്ളിക്കാരൻ എനിക്ക് ലിഫ്റ്റ് തന്നതാണ്. ഇവിടെ എന്താ സാന്റോറിയം എന്താണെന്ന് പോലും എനിക്ക് അറിയില്ല കേട്ടോ. എൻ്റെ ഫ്രണ്ട് ഇവിടെ ലൊക്കേഷൻ അയച്ചു തന്നു. അവൻ്റെ സഹോദരിയായിട്ട് ഞാൻ മെസ്സേജ് അയച്ചു. അവനൊരു ഹൈക്കിങ്ങിന് പോയിരിക്കുകയാണ്. പുള്ളിക്കാരനെയാണ് കേട്ടോ ഞാൻ 2 ദിവസം മുന്നേ അവിടെ പോയി മീറ്റ് ചെയ്ത്. വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല. പുള്ളിക്കാരൻ അങ്ങനെ വീഡിയോയിലൊന്നും വരില്ല. അവസാനം ഞാനും സായും കൂടെ ബ്രസീലുണ്ടായിരുന്നപ്പോഴും പുള്ളി വന്നിരുന്നു ബ്രസീൽ. അങ്ങനെ നമ്മൾ മീറ്റ് ചെയ്ത് കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. എൻ്റെ ഫസ്റ്റ് ഉസ്ബെക്കിസ്ഥാനിൽ വന്നപ്പോൾ ഞാൻ പരിചയപ്പെട്ട ഒരു സുഹൃത്താണ്. അപ്പോൾ അവരുടെ ഒരു സ്ഥലമാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു സാനിറ്റോറിയം. സാനിറ്റോറിയം എന്ന് പറയുന്നത് ഇവിടുത്തെ മരങ്ങളൊക്കെ ഉള്ള ഇതായിരിക്കും കേട്ടോ. അതിനെയാണ് സാനിറ്റോറിയം എന്ന് പറയുന്നുണ്ട്. ഞാനങ്ങനെ സാനിറ്റോറിയത്തിൽ വന്നേ. സലാം അലൈക്കും. Salam alaikum. Ekşi misiniz? Yaxşı mən canım. Ya. Şeyin iloy, ömrün güzel, rızkın bütün bulsun balam. Ama dinle versin. Hatta hakim. No Uzbek. Uzbek misin? No. Hindistan. Hindistan'da Uşak'ta keka mısın? Ha? Hindistan'dan keka. Hindistan. സ്വർണ്ണപ്പല്ലൊക്കെ ഉണ്ട് കേട്ടോ അമ്മച്ചിക്ക്. ഫുള്ള് സ്വർണ്ണപ്പല്ല. It's good. തിശിയോ സ്വർണ്ണപ്പല്ല ഇവിടെ ഉള്ള എല്ലാവർക്കും. ഞാനങ്ങനെ സാനിറ്റോറിയത്തിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ കുട്ടികളൊക്കെ വരുന്നുണ്ടല്ലോ. ഇവിടെ എന്തോ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. അവരൊക്കെ സ്വിമ്മിങ്ങിന് പോയിട്ട് ക്ലാസ് കഴിഞ്ഞ് വരുന്നവരാണെന്ന് കുട്ടികളെല്ലാം. ഇവിടെ കുറേ വൃദ്ധരായിട്ടുള്ള ആൾക്കാരാ. ഹിന്ദുസ്ഥാൻ. രാജ് കപൂർ, യെസ്. Концерт поезд, смоглась. А? Концерт нема. Да. Туризм. ഇവിടെ നടന്നു പോകുന്ന സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരുടെ അടുത്ത് എൻ്റെ അടുത്ത് ഭയങ്കര വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യണം. സലാം അലൈക്കും. Yeah, I speak English. Oh, you speak English? Oh, okay. What is this place? Здесь why? Это rest. Rest, okay. Rest. Hospital? Hospital. No hospital. Camp. Camping. Okay. Old people? People here there. Yo. Do No. Uzbek. No. English. Russian, no. No, по-русски нет. По-русски нет? О, говоришь по-русски. По-русски нет? Okay. По-русски нет. Fakat English. Pagat English. Indian, no? Dawla, Hindustan. Hindistan. Dawla. ആണ് കേട്ടോ ഇവിടുത്തെ സാനിറ്റോറിയം. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യത്തിൽ. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. ഹോസ്പിറ്റലാണോ? ഓക്കെ. ഇവിടെ TV. സുഹൃത്തിൻ്റെ സിസ്റ്റർ. ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ അടുത്ത് ഫസ്റ്റ് തന്നെ ചോദിക്കുന്ന ഫുഡ് കഴിക്കുന്ന. ഐ ആം ഫ്രോം സൗത്ത് ഇന്ത്യ. മൈ പ്ലേസ് വി ഈറ്റ് ബീഫ്. നോ പ്രോബ്ലം. നോ പ്രോബ്ലം. അവർക്കെന്ന് പറയുമ്പോൾ ഹിന്ദുസ്ഥാൻ ആളുകൾ മീറ്റ് കഴിക്കില്ലല്ലോ. ആക്ച്വലി ഒരു ക്ലിനിക്ക് എന്തോ ആണ് കേട്ടോ. ഇവിടെ അവർ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യും. അവർക്ക് ഹെൽത്ത്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒക്കെ നോക്കുന്ന ഒരു സ്ഥലമാണ്. Tamil, Gujarat, Bengali, Hindi. Malayali. Malayali. Kerala. You know? How you know Kerala? Why you know Kerala? Shtatlarda yaxshi bilaman Hindistonni. Aytgin. She knows about all the states of the India. Wow. Impressive. Hindlar bilan juda ham ko'p hamkorlik qilganman. Menga ko'proq nimadan kelishardi? A lot of experience with working the Indian people. Okay. She worked at about all the can say states from India. From India. Yes. State Bangalore. Bangalore, yeah, Yes. Karnataka. Silicon Valley. Yeah. She went to India? Вы в Индии были? No. Но я люблю Индию. Not yet, but She liked to really go fun. India. Yeah. But the people who came to study here or they come to work here, she has friends. У вас друзья есть, которые? Yes, she has. പുള്ളിക്കാരി കുറെ ഇന്ത്യക്കാരെ അറിയാം കേട്ടോ. അതാണ് ബംഗാളി, മലയാളി. You Lablu Kerala? Yes. Okay.
പിന്നെ ഇവിടെ ഒരു ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മുടെ ചേച്ചിയും ചേച്ചിയുടെ കസിനൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. ഇവിടെ അങ്ങനെ ഇവിടെ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. ഇവിടെ ചിക്കന്, മട്ടന്, പല സാധനങ്ങൾ വെച്ചിട്ടുള്ള നമ്മുടെ ഉസ്ബെക്ക് ബ്രെഡ് ഉണ്ട്. പിന്നെ ഇവരുടെ കോള, ഫാൻഡ എല്ലാം ഉണ്ട്. എവറിത്തിങ് ഈസ് ഷാഷ്ലിക്. ഇതിനെ ഇവര് ഷാഷ്ലിക് എന്നാണ് പറഞ്ഞത്. എനിക്ക് മറന്നു കേട്ടോ, 4 വർഷത്തിനുള്ളിൽ പല കാര്യങ്ങളും മറന്നു. ദിസ് ഈസ് വാട്ട് ഈസ് ദിസ്? സോസേജ്. ഇത് ബീഫ് സോസേജ്. ഇതൊക്കെയാണ് കേട്ടോ. എന്നിട്ട് ഇവിടുത്തെ നൈറ്റ് ലൈഫ് കാണിച്ചില്ല എന്ന് വേണ്ട, ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ നൈറ്റ് ലൈഫ്. പാർക്ക്, ആളുകൾ നടക്കുന്നു, അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ രാത്രികാല ഒരു നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത്. അവിടെ കുറേ ലൈറ്റുകൾ, ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ആളുകൾ വന്നിരിക്കുന്ന സ്ഥലങ്ങൾ. ഇവിടെ എല്ലാം ഇതുപോലുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള പാർക്ക് സംഭവങ്ങളൊക്കെയാണ്. ഒരു സ്ഥലത്ത് ഇവരുടെ പ്രശസ്തമായിട്ടുള്ള ആളുകളുടെയൊക്കെ കുറേ ഒരു ചിത്രങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഇതാണ് നമ്മുടെ അമീർ തെമൂർ. അമീർ തെമൂർ എന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു ഭരണാധികാരി, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ, ഈ ഒരു പേർഷ്യ ഭാഗങ്ങൾ, ഇവിടെ സെൻട്രൽ ഏഷ്യയൊക്കെ കടന്ന് സഞ്ചരിച്ച് പിടിച്ചടക്കിയ ഒരു വലിയ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് അമീർ തെമൂർ. പിന്നെ നമ്മുടെ ബുഹാരി എന്ന് പറയുന്നത് സുന്നി മതവിശ്വാസികൾക്ക് പ്രൊഫറ്റിൻ്റെ പല ഇതെഴുതിയത് ബുഹാരി, അതായത് ദ പേഴ്സൺ ഫ്രം ബുഖാറ എന്നാണ് അർത്ഥം വരുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഇതുണ്ട് കേട്ടോ. പക്ഷേ ഇതിലേതാണ് എനിക്കൊന്ന് ഇതാണ് കേട്ടോ, നമ്മുടെ ഇമാം ബുഖാരി ഈ കാണുന്നതാണെന്നാണ് തോന്നുന്നത്. നമ്മുടെ അമീർ തെമൂർ ഈ കാണുന്നതാണ്. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ഹദീദ്, നമ്മുടെ സഹിഹി ബുഖാരി. കുട്ടി എൻ്റെ അടുത്ത് വന്ന് അസ്സലാം വലൈക്കും എന്നൊക്കെ പറഞ്ഞ് കൈ കാണിച്ചിട്ടൊക്കെ പോകുന്നു ആ കുട്ടി. സോറി, ക്ഷമിക്കണം, ഇതിലൊരു കണ്ടിന്യൂറ്റി ഇല്ല. കഴിഞ്ഞ ദിവസം രാത്രി പോയിട്ട് വന്നിട്ട് ഞാൻ വന്ന് കിടന്നു കേട്ടോ. കിടന്ന റൂമിൽ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഞാൻ കഴിഞ്ഞ ദിവസം കിടന്ന റൂം. ഇത് ഒരു ഇങ്ങനത്തെ ഇവിടുത്തെ രോഗികളല്ലേ, രോഗികളെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെയുള്ള ആളുകൾ ഇവിടെ വന്ന് പരിചരണം നേടുന്ന ആളുകൾ വന്ന് സ്റ്റേ ചെയ്യുന്ന അവർക്ക് വേണ്ടിയിട്ടുള്ള റൂമുകളാണ് കേട്ടോ ഈ കാണുന്നത്. കുറേ റൂമുകളുണ്ട് അങ്ങനെ. ഈ കാണുന്ന ബിൽഡിങ് ഫുള്ള് റൂമുകളാണ്. അവിടെ പൂളൊക്കെ ഉണ്ട്. എനിക്കൊന്ന് പൂളിൽ പോകണം. 25. ഇവിടെ രാവിലെ ഉള്ളവർക്ക് 6 മണിക്ക് എണീക്കണം. ഓട്ടോ ഓക്കെ. ഇവിടെ ഒരു ഫുൾ ഈ ഒരു ഏരിയ ഇവരുടെ ഭക്ഷണം കഴിക്കുന്ന ഒരു ഏരിയ. രാവിലെ തന്നെ ഇവിടെ പുലാവ്, ബ്രെഡ് എന്തൊക്കെയാണല്ലോ. ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇടയിൽ എന്നെ ഇവിടെ 2 സ്ത്രീകളിരുന്ന് വാറ്റുവാണ് കേട്ടോ. നമ്മുടെ മലയാളത്തിൽ പറയൂലേ ഇങ്ങനെ ലൈൻ അടിക്കുന്നു, അതുപോലെ പുള്ളിക്കാരി ഇപ്പം പറയാ യു ലവ് മീ. രാവിലെ മോർണിംഗ് ഞാൻ ഉറക്കടിച്ച്, അതായത് രാവിലെ കിടന്നപ്പോൾ പുള്ളിക്കാരി എൻ്റെ റൂമിൽ കയറി വന്നു. എനിക്കൊന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പുള്ളിക്കാരിയുടെ അടുത്താണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ എൻ്റെ ഫ്രണ്ടിൻ്റെ സിസ്റ്ററൊക്കെ അല്ലേ, പുള്ളിക്കാരി റൂമിൽ കയറി വന്നു. ഞാൻ ലോക്കൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ ജക്കിയിട്ട് കിടക്കുമായിരുന്നു കേട്ടോ, അണ്ടർവെയർ ഇട്ട് കിടക്കുമായിരുന്നു. പെട്ടെന്ന് വന്ന് എന്തോ ആ ഒരു കോൺഷ്യസ് ലെവലിൽ നിന്ന് പെട്ടെന്ന് വന്നപ്പോൾ ആ ബെഡ്ഷീറ്റ് എടുത്തിട്ട് നടന്നു വരുന്ന സൗണ്ട് എന്തോ കേട്ടു തോന്നുന്നു. അങ്ങനെ പിന്നെ അവർ അപ്പം തന്നെ ഞാനിങ്ങനെ നെറ്റ് വന്നപ്പോൾ തന്നെ കടവടച്ചിട്ട് അവർ പോയി. രാവിലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സലാം അലൈക്കും. എക്ഷിമാസ് യു ഹിന്ദുസ്ഥാൻ? ഹിന്ദുസ്ഥാൻ ഹിന്ദുസ്ഥാൻ കെത്തമാസ? ഓക്കെ ഓക്കെ. എൻ്റെ കൂടെ എന്നെ ഇന്ത്യയിൽ കൊണ്ടുപോകാനാണ് കേട്ടോ പുള്ളിക്കാരി. ഇതിനിടയിൽ ഞാൻ റൂമിൽ പോയി കിടന്നു, റെസ്റ്റ് എടുത്തു. ഉടനെ തന്നെ അവർ വിളിക്കാൻ വേണ്ടി വന്നു. അടുത്ത ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. ഇത് കൊള്ളാമല്ലോ, ഇവിടെ ഇരുന്ന് ഭക്ഷണം മാത്രമേ കഴിക്കാൻ പറ്റുന്നുള്ളൂ. ഇതാണ് കേട്ടോ ഇവരുടെ കിച്ചൺ. ഇവരുടെ ഒരു കിച്ചണൊക്കെ ഉണ്ട് ഇവിടെ ഉള്ള ആളുകൾക്ക് വേണ്ടി കുക്ക് ചെയ്യാനായിട്ട്. ഇവിടെ അവരൊക്കെ ഇരുന്ന് കഴിക്കുക. ഓക്കെ ഓക്കെ. എൻ്റെ അമ്മ കുറേ ഉണ്ടല്ലോ. നിങ്ങൾക്ക് അറിയാലോ ഇവരുടെ പുലാവാണ് ഇത്. വലിയൊരു രസമില്ലാത്ത പുലാവ്. ഈ കാണുന്ന ഇവരുടെ ബോഷ്, അതും
മീറ്റൊക്കെ ഇട്ടിട്ട് പൊട്ടാറ്റോയും കുറച്ച് ഇതൊക്കെ ഇട്ടിട്ടുള്ളതാണ്. പിന്നെ എനിക്ക് കുറേ ഇവിടെ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്. ഓരോരോതായിട്ട് കൊണ്ടുപോകണം കേട്ടോ, വേറെ ആളുകൾക്കൊക്കെ വേണ്ടി. ആരും കാജലിനെ, ഹിന്ദുസ്ഥാനിലെ ബോളിവുഡിനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. യു കാജൽ എല്ലാം പെട്ടെന്നായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് കേട്ടോ, ഇന്ന് താഷ്കന്തിലോട്ട് പോവാണ്. എനിക്ക് കുറച്ച് വിസ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ്. റഹ്മത്ത് 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 അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. നമ്മുടെ ഇന്നലെ വന്ന ആ പയ്യനില്ലേ, അവരും തഷ്കന്തിലാണ് കേട്ടോ താമസിക്കുന്നത്. അവൻ എൻ്റെ ഫ്രണ്ടിൻ്റെ നെഫ്യൂ ആണ്. അപ്പോൾ അവരെല്ലാവരും തഷ്കന്ത് സിറ്റിയിലോട്ട് പോവാണ് തിരിച്ച്. അപ്പം ഞാനും അവരുടെ കൂടെ പോവാണ്. അവിടെ വണ്ടി ബ്രോ ഹൗ യു, ലെറ്റ്സ് ഗോ. നമ്മുടെ ബ്രോ വന്നിട്ടുണ്ട്. ബ്രോയും ബ്രോൻ്റെ അനിയനും വന്നിട്ടുണ്ട് കേട്ടോ. ഇവരുടെ അച്ഛനും ഉണ്ട്. ഇതാണ് നമ്മുടെ ബ്രോൻ്റെ അമ്മയുടെ വീടാണ് കേട്ടോ ഈ കാണുന്നത്. Where is your father? Not now. We are just going to the market. ഓക്കെ. നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് തിരിച്ചിട്ട് വന്നിട്ടേ ഉള്ളൂ. അങ്ങനെ അവരെന്നെ സിറ്റിയിൽ കൊണ്ടാക്കി തന്നു. ഞാൻ അവിടെ നിന്ന് തിരിച്ചു നമ്മുടെ പയ്യന്മാരില്ലേ, മലയാളി പയ്യന്മാരുടെ അങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല തളർന്നു കേട്ടോ, നല്ല ടയർഡായി. വൈകുന്നേരം സമയം 7 മണി അടുപ്പിച്ചായി. എല്ലാവരും കുട്ടികളൊക്കെ പുറത്ത് ഇറങ്ങി സൈക്കിൾ ഓട്ടി നടക്കുന്നു. ആളുകളൊക്കെ കുറേ പേരൊക്കെ ബ്രെഡ് വാങ്ങാനൊക്കെ ആയിട്ട് പോകുന്നൊരു സമയമാണ് ഈ കാണുന്ന സമയം. വീട്ടിൽ നിന്ന് രാത്രി ഇവരുടെ കൂടെ ഏതാണ്ട് നമ്മുടെ സോൾമുൺ എന്ന് പറയുന്ന, ഞാൻ മുമ്പ് വന്നപ്പോൾ ഈ സോൾമുൺ എന്നൊന്നും ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. സിയോൾമുൺ നമ്മുടെ കൊറിയയുടെ ക്യാപിറ്റലായിട്ടുള്ള സിയോളിലെയാണ് കേട്ടോ ഇവർ ഇവിടെ വെച്ചിട്ടുള്ളത്. ഈ കാണുന്നത് കണ്ടില്ല, ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ട്രീറ്റാണ്. അതായത് ഒരു പുഴയാണ്. പുഴയുടെ അപ്പുറത്തും ഇപ്പുറത്തും കുറേ റെസ്റ്റോറൻറ്റുകൾ, കടകൾ, ആളുകൾ ഹാങ് ഔട്ടൊക്കെ ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു പ്രദേശമാണ്. ഇതിൻ്റെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പം, ഇത് സിയോൾ എന്ന് പറയുമ്പോൾ കൊറിയയുടെ ക്യാപിറ്റൽ, കൊറിയയെ ബേസ്ഡാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം ഇവിടെ ധാരാളം ലോക്കൽ കൊറിയൻസ് ഉണ്ട്. 3-4 ജനറേഷന് വന്ന ധാരാളം കൊറിയൻസ്. പക്ഷെ എന്നിരുന്നാലും ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഒരു തുർക്കിഷ് കമ്പനിയാണ്. നോക്കിക്കുക, 2-3 പോലീസ് ഈ ട്രാഫിക് കൺട്രോൾ ചെയ്യാനായിട്ട്. കാരണം അതിൻ്റേതായിട്ടുള്ള തിരക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഫുൾ ആളുകൾ, സ്പെഷ്യലി ഇന്ന് സൺഡേ കൂടെയാണ് കേട്ടോ. സൺഡേയുടെ തിരക്കുണ്ട്. ഈ കാണുന്നത് വേറെ ലെവല് കേട്ടോ. ഇതാ ഇവിടെ ഒരു ചെറിയൊരു പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത്. ഞാൻ ആദ്യം വിചാരിച്ചു ആർട്ടിഫിഷ്യൽ ആണോ എന്ന് വിചാരിച്ചു. ആർട്ടിഫിഷ്യൽ അല്ല, നാച്ചുറൽ റിവറാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിലുള്ള ബ്രാൻഡുകളുടെ സ്പെഷ്യലി ഷോപ്പിംഗ്, പിന്നെ അതിൻ്റെ അപ്പുറം മെയിനായിട്ട് വരുന്നത് ഫുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഹാങ് ഔട്ട് പ്ലേസ് ആണ് കേട്ടോ. അങ്ങനെ നടന്ന് വന്നിട്ട് ഉസ്ലബാൻ ഇവന്മാർ തുടങ്ങിയതാണ് കേട്ടോ. ഈ പയ്യന്മാർ തുടങ്ങിയ ഒരു കടയാണ് ഉസ്ലബാൻ. ഞാൻ വന്നപ്പോൾ കണ്ടതാണ് കേട്ടോ. നമ്മുടെ സൈൻ ലബാനിൻ്റെ വേറൊരു ബ്രാൻഡ് ഉസ്ലബാൻ എന്ന് പറഞ്ഞാൽ അവർ ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങി. ഈ കാണുന്നതാണ് ഇവരുടെ ഐറ്റംസ് കേട്ടോ. ഇപ്പം അന്ന് വന്നപ്പോൾ എനിക്ക് തന്നു നല്ലപോലെ ഉണ്ടാക്കാതെ. ഇന്ന് നല്ലതുപോലെ ഉണ്ടാക്കി തന്നു കേട്ടോ. ഇന്ന് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അന്ന് മറന്നുപോയി, അന്ന് പറ്റിച്ചു. പക്ഷെ ഇന്ന് നല്ല സാധനം. തൊട്ട് ഇതിൻ്റെ അപ്പുറം തിരക്കാണ്. രാത്രിയാകുമ്പോൾ വാട്ടർ ഫൗണ്ടൻ ഷോ ഒക്കെ ഉണ്ടല്ലോ. ഈ ഷോ കാണാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ആളുകൾ അവിടെ ഇരിക്കുന്നത്. അവിടെ കുറേ ആളുകളെ കാണാം ഷോയ്ക്ക് വേണ്ടി മാത്രമായിട്ട്. ഇത് കൊള്ളാം കേട്ടോ, പരിപാടി കൊള്ളാം കേട്ടോ. നല്ല എന്റർടൈനിങ് ആയിട്ടുള്ള സംഭവം. വാ, അടിപൊളി കേട്ടോ. വെള്ളം എല്ലാം ദേഹത്ത്, ആൾക്കാരുടെ ദേഹത്തെല്ലാം കറക്റ്റ് വീഴുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പം അടുത്ത് നിന്ന് ഒരു 2 കുട്ടികൾക്ക് നമ്മളവിടെ ഫോട്ടോ എടുക്കണമെന്ന് മുടിയുടെ സംസാരിച്ച് തുടങ്ങിയതാണ് കേട്ടോ. പൊതുവേ ഇവിടെ ഉസ്ബെക്കിസ്ഥാനിലെ പെൺകുട്ടികൾക്കൊന്നും മുടി ഇഷ്ടമല്ല കേട്ടോ. മുടിയുള്ള ആണുങ്ങളെ ഇഷ്ടമല്ല, വളയ്ക്കാനോ അങ്ങനത്തെ പരിപാടിക്കൊന്നും അങ്ങനെ പൊതുവെ ഇഷ്ടമല്ല. പിന്നെ ഇത് ഒരു എക്സോട്ടിക് ആണല്ലോ എപ്പോഴും. ഹലോ എക്ഷിമാസ്, നൈസ് ടു മീറ്റ് യു. യു По-русски? По-русски куда? Me русский 3 times. 3 times. City, Moscow, Saransk, Kazan, otro. Siberia. Yeah. Miss Siberia, no. Next time.